ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയാണ്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ബൺ മസ്കയാണ്. ബൺ മസ്കയും ചായയും വെച്ചാണ് കച്ചവടം. അപ്പോൾ ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അതെങ്ങനെ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ കണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബണ്ണ്. ഓക്കെ, നമുക്ക് ആദ്യം ബട്ടറിനെ ഈ ബൗളിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉപ്പുള്ളതാണ് ഉപ്പില്ലാത്തതാണ് ചേർക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഉപ്പില്ലാത്തത് എടുത്തിട്ടുണ്ട്. പക്ഷേ മെൽറ്റായിപ്പോയി സാധനം. ഇന്നലെ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്, അതിനുശേഷം വച്ചില്ല. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്ര ഇരിക്കട്ടെ. പാനിൽ വയ്ക്കുമ്പോൾ കുറച്ചിടണം, അതുകൊണ്ട് കുറച്ചിരിക്കട്ടെ. ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഇത് എത്ര 80 എത്ര രൂപയാണെന്ന് തോന്നുന്നു. വലുതുണ്ടായിരുന്നു. വാങ്ങിച്ചാലും എനിക്ക് വേസ്റ്റായി പോകും. ഇവിടെ പിന്നെ വേറെ ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുത് വാങ്ങിച്ചത്. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിനായെന്ന് തോന്നുന്നു. ബാക്കി ഇരിക്കട്ടെ. മധുരം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിതിനെ ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അത്രയേ ഉള്ളൂ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഇതിലോട്ട് ഒരല്പം വാനില എസൻസ് എല്ലാവരും ചേർക്കത്തില്ല, അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല വാനില എസൻസ്. ഒരു 3-4 തുള്ളി അത്രയും മാത്രം വാനില എസൻസ്. അപ്പോൾ ഏതാണ്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ബണ്ണെടുക്കാം. ഓക്കെ, നമുക്ക് വേറെ ബന്നുകൾ നോക്കിയിട്ട് കിട്ടിയില്ല. 5 എണ്ണമേ കിട്ടിയുള്ളൂ ടോട്ടല്. ഈ 5 ബണ്ണ് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം കത്തിയെടുത്ത് ഇങ്ങനെ, മധുരമില്ലാത്ത ക്രീം ഇതിലൊന്നും കുഴപ്പമില്ല. മുറിച്ചെടുത്ത ക്രീമിലോട്ട് കേക്കിലോട്ട് ക്രീം കോരി വയ്ക്കുക. അയ്യോ, ഇനി ഇതിൻ്റെ സൈഡിലും കൂടെ ഒന്ന് കുറച്ച് ലൂസായി പോകും കേട്ടോ. ബട്ടർ കുറച്ച് ലൂസായി പോയെന്നാണ്, അതാണ് ഇത്ര ഇത്. നമുക്കിതിനെ ഈ പ്ലേറ്റിലോട്ട് വയ്ക്കാം. അതുപോലെ ഇതും ഇനി കട്ട് ചെയ്ത് ഈ 4 കേക്ക്, അതായത് 5 കേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ തേച്ചെടുക്കാം ക്രീം. ബട്ടറിൻ്റെ അളവ് കുറവാണോ അതോ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂടിപ്പോയോ ഒന്നും അറിയാൻ പാടില്ല. കുഴപ്പമില്ല.
സാധനം എല്ലാം ഇതാ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പെടുത്ത് അതിലൊരു ദോശക്കല്ല് വെച്ച് ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, ഇതിന് ഇതൊക്കെ അടുപ്പ് ചെറിയ ദോശക്കല്ല് തന്നെയല്ല, അതുകൊണ്ട് വിഷയമില്ല. നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ പറയും കുഴപ്പമില്ല, എടുക്കണമെന്നില്ല. ദോശക്കല്ല് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ദോശക്കല്ലാണ്, അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതാ അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തീ കത്തിക്കാം. ഓക്കെ, ഇവിടെ കൂടെ തീ കത്തിക്കും. അപ്പോൾ തീ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന ദോശക്കല്ലാണ്, അല്ലാതെ മറ്റേ പാനൊന്നും ഇല്ല. എണ്ണല്ല, ബട്ടർ. അപ്പോൾ നേരത്തെ ബാക്കി വെച്ചതിൽ കുറച്ച് ബട്ടർ എടുത്ത് ഇതിലോട്ടിടാം. സംഭവം കട്ടയിടുന്നത് ക്രീം പോലെ, അതാണ് പ്രശ്നമായത്. എല്ലായിടത്തായിട്ടും തേച്ച് കൊടുക്കുക ആദ്യം ബട്ടർ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയും എല്ലാം കൂടെ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേണ്ട, തീ കുറച്ച് കരിഞ്ഞു. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാനായിട്ടത്. ഓക്കെ, ചെറിയ തീയിൽ വെച്ച് വേണം, കരിഞ്ഞു വരുന്നു നമ്മുടെ സംഭവം. കരിഞ്ഞു. അപ്പോൾ സൈഡിൽ കൂടെ മാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് എന്താ മതി, ഓവറായിട്ട് വെച്ചേക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാകാൻ മാത്രം മതി ഇത്. കരിഞ്ഞു തുടങ്ങി, അതാണ് പ്രശ്നമായത്. നിങ്ങൾ വീട്ടിൽ മറ്റേ പാനാണ് ഉപയോഗിക്കണമെങ്കിൽ അതിലൊക്കെ കുറച്ച് നന്നായിട്ട് വരും. ഇത് ഈ കല്ലായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒരു ഇത് വരുന്നത്. ഇത് കല്ല് അഥവാ നിങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈഡിൽ വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്, സെൻട്രലായിട്ട് വെക്കരുത്. ജസ്റ്റ് ഒന്ന് വയ്ക്കുക, മറിച്ചിടുക, അത്രേ ഉള്ളൂ. വച്ചപ്പോൾ തന്നെ ബാക്ക് ഭാഗം വെന്ത്. ഓക്കെ, അപ്പം ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിനെ മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതാ ഇരിപ്പുണ്ട്. ഇത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, കൊള്ളാം. ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കണം. നമ്മളെ ക്രീം മണ്ണില്ലേ, ബേക്കറിനൊക്കെ നോർമലി ക്രീം മണ്ണ്, അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്, അല്ലാതെ അതിൽ വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും കഴിക്കാം, സൂപ്പറാണ്. എന്താ, ദോശക്കല്ലിൽ വെച്ച ഉടനെ മറിച്ചിടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഉടനെ എടുക്കുക, ഓഫാക്കുക. അപ്പോഴേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ഞാൻ വരും. ഞാൻ ഡിജു. ഗുഡ് ബൈ.